Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026-2027 പുതുവർഷഫലം നമുക്കൊന്ന് നോക്കാം. മലയാള മാസം 1202 ആണ്ട് ചിത്തിര നക്ഷത്രത്തിന് 7:59 AM സംക്രമണം നടക്കുന്നു. സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഫലമൊന്നും നോക്കാം. ഇത് ഒരു വർഷത്തെ ഫലമാണ്. അപ്പൊ ഒരു വർഷത്തെ ഫലമായതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളുടെ ട്രാൻസിഷന് നമ്മൾക്കിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. സപ്പോസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശനിയുണ്ട്. അതുപോലെ ശനിയുടെ ട്രാൻസിഷൻ 2.5 വർഷമാണ്. പക്ഷെ ശനി അടുത്ത വർഷം മാറുന്നുണ്ട്. അതേമാതിരി വ്യാഴത്തിന്റെ 1 വർഷമാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഗോചാരം ഒന്നും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇടയ്ക്കത്തെ ഈ പറയുന്ന വ്യാഴത്തിന്റെ ആയിട്ടുള്ള ചേഞ്ച്. അതുപോലെ ഈ വർഷം തന്നെ രാഹുവും കേതുവും മാറുന്നുണ്ട്. അപ്പൊ അത് മേജറായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. രാഹു കേതു മാറുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ കൊണ്ടുത്തരുന്നതാണ്. കാരണം ഇപ്പം നമുക്ക് ശനി നോക്കിക്കഴിഞ്ഞാലും അല്ലെന്നുവരിയിലെ വ്യാഴമൊക്കെ നോക്കിയിട്ട് പൊതുവെ വ്യാഴം എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങൾ മാത്രം കൊണ്ടുത്തരുന്നതാണ്. അപ്പം ഈ ഒരു ഗ്രഹത്തിൻ്റെ പകർച്ചയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില നല്ല ഗുണങ്ങളിൽ വ്യാഴം കൊണ്ടുത്തരുമ്പം അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള 1-2 ഗ്രഹമാണ് ഈ രാഹു കേതുക്കളെ. സാധാരണ ഗ്രഹങ്ങളെല്ലാം മുമ്പോട്ടാണ് കറങ്ങുന്നത് ക്ലോക്ക് വൈസ്. അപ്പൊ ഈ രാഹു കേതുക്കളെ ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ഈ ജൂൺ 2 വ്യാഴം മാറുകയുണ്ടായി. അതിനുശേഷം ശനി വക്രത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ പല കേസിലും ഈ വക്രത്തിൽ ഈ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ബർത്തിയായിട്ടിലെ ശനിയും വ്യാഴവും ഒക്കെ വക്രത്തിലാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് വക്രത്തിലുള്ള സമയത്ത് അഫക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ വ്യാഴം ബർത്തിയായിട്ടിലെ വക്രത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ വ്യാഴവും ചന്ദ്രനും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ജനിച്ച സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനും വേറെ സ്ഥലത്ത് ജോലി ചെയ്യാനും ഒക്കെ ഒരുപാട് സാധ്യതകളാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ എന്ന ട്രാവലിൻ്റെ കൂടെ ഗ്രഹമാണ്. അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ കൂടെ രാഹു നിൽക്കുന്നവർക്ക് ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള യോഗമുണ്ട്. അതുപോലെ വ്യാഴം രാഹു ചന്ദ്രന് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് വരാം. അതുപോലെ ഈ പറയുന്ന വ്യാഴം വീനസ് നല്ല രാഹു അതേമാതിരി ശനി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മൾട്ടി മില്യണർ യോഗ എന്ന് പറയും. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്തിയാട്ടിലെ കണക്ടിവിറ്റി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി കേതു ഒക്കെ കണക്ട് ചെയ്യുക, അതായത് ബുധനും കേതു കണക്ട് ആയിട്ടുണ്ടെന്നൊരു 100% ആൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുമെന്ന് പറയാം. അതേമാതിരി ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാഴം അതുപോലെ മെർക്കുറി ഈ പറയുന്ന ബുധനും ഒക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, അതല്ല രീതിയിൽ വ്യാഴവും വീനസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹൗസ് നല്ല വീട് വാങ്ങിക്കാൻ, അതിൻ്റെ കൂടെ നല്ല രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 വീടൊക്കെ വായിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ വ്യാഴവും ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ലാൻഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് രാഹു ഒക്കെ കൂടി നിൽക്കാവുന്നവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 1-ൽ കൂടുതൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ ഈ വ്യാഴം രാഹു ഒക്കെ ചില ആൾക്കാർക്ക് ചേർന്ന് നിൽക്കുന്ന വൃത്തിയായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള കൊച്ചിലെ ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കണക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബർത്തിയായിട്ടിലെ കണക്ടിവിറ്റി അത് ആമുഖമായിട്ട് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഇത് കാര്യത്തിലോട്ട് കടക്കാം. അപ്പം ജൂൺ 2 വ്യാഴം കർക്കിടക രാശിയിലോട്ട് മാറുകയുണ്ടായി. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് മാറുകയാണ്. എന്നാൽ ഈ ഒക്ടോബർ 31 മാറുന്ന വ്യാഴം ജൂൺ 24 തിരിച്ച് പിന്നെയും കർക്കിടക രാശിയിലോട്ട് വരുന്നു. അപ്പൊ ഏകദേശം ഒരു 84-85 ദിവസമാണ് നമുക്കൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ഒരു പീരീഡ് ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഈ ഒക്ടോബർ 31 മുതൽ ജൂൺ 24 വരെയുള്ള ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും നല്ലതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുത്തരും. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പൊ നമുക്കിപ്പോൾ വ്യാഴത്തിന്റെ കാര്യം കൺസിഡർ ചെയ്തു. എന്നാൽ 2027 ജൂണില് വീണ്ടും വ്യാഴത്തിന്റെ ട്രാൻസിഷൻ വരുന്നുണ്ട്. അല്ലെന്ന് ഈ പറയുന്ന ഗോചാരത്തിലോട്ട് രാശി പരിവർത്തനവും നടക്കുന്നുണ്ട്. അതുപോലെ ശനിക്കാണേലും 2027 മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ശനി സഞ്ചരിക്കുന്ന മീനൻ രാശിയിലാണ്. ജൂൺ 3 2027 ശനിയും മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലോട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുക്കൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാഹു കേതുക്കളുടെ ട്രാൻസിഷൻ പറഞ്ഞു 1.5 വർഷമാണ്. അപ്പം രാഹു കേതുക്കള് ഡിസംബർ 5 2026, അതായത് ഈ വർഷം തന്നെ 2026 ഡിസംബർ 5 രാഹു കേതു മാറുന്നുണ്ട്. രാഹു കേതു മാറുന്ന രണ്ടും ഒറ്റ ടൈമിലാണ് മാറുന്നത്. സാധാരണ ഗ്രഹങ്ങൾ മാതിരിയല്ല,
കാരണം ഇവിടെ ഗ്രഹണമൊക്കെ കൊണ്ടുത്തരുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹു കേതുക്കൾ. പല രീതിയിലും പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുത്തരാൻ കഴിവുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ വ്യാഴം പലതും അനുകൂലമായിട്ട് തരുന്നത്, കാരണം വ്യാഴം നമുക്ക് നല്ല ചിന്താഗതികളെ നന്മ മാത്രം കൊണ്ടുത്തരുള്ളൂ. പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ ഈ രാഹു കേതു മാറുമ്പോൾ നമുക്ക് ചില രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുൾപ്പെടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. 2026 ഡിസംബർ 5-ാം തീയതി 8:03 PM രാഹു കേതുക്കളുടെ രാശി പരിവർത്തനം നടക്കും. രാഹു ഇവിടെ കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലോട്ട് വരുന്നു. അതുപോലെ കേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കടക രാശിയിലോട്ട്. കാരണം ഇതെപ്പോഴും ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഈ ഒരു 2 ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫലപ്രവചനത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല ഇനിമേ. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റുകൾ നോട്ട് ചെയ്യണം. ആ മാസം മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്, നമ്മളെ ത്രൂ ഔട്ട് ലൈഫിലെ കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ കണക്ക് വെക്കാൻ. കാരണം നമ്മുടെ ബർത്തിയായിട്ട് ചില യോഗം ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ എവരി ക്രിയേഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ എ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയെയും ഓരോ സൃഷ്ടിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഓരോ കർമ്മം ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ പ്രകൃതി നമ്മളിവിടെ നിയോഗിച്ചേക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം ബർത്തിയായിട്ട് നമുക്ക് ഒരു 50% ഒരു സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കി 25% നമ്മുടെ നല്ല കർമ്മങ്ങൾ. അതേമാതിരി ഇന്നത്തെ കാലത്ത് ഈ ന്യൂമറോളജിക്കലി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക്, ചില നമ്പേഴ്സിൻ്റെ എനർജി കയറി ബാലൻസ് ആയിട്ട് പല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് മൊബൈൽ ന്യൂമറോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ന്യൂമറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, പല ഇമ്പാക്റ്റുകൾ വരാറുണ്ട്. അതേമാതിരി വാസ്തുപരമായിട്ടുള്ള പല രീതിയിലുള്ള ചില ഡയറക്ഷനിലൊക്കെ കൊണ്ട ടോയ്ലറ്റുമൊക്കെ പ്രത്യേകിച്ച് നോർത്തൊക്കെ എന്നുള്ള ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്. ബിസിനസ്സിൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് ഭരിക്കുന്നത്. അതുപോലെ വെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലിന് തടസ്സം അങ്ങനെയുള്ള ഡയറക്ഷൻ ടോയ്ലറ്റ് വന്നാൽ, അതുപോലെ സൗത്ത് ഈസ്റ്റിലൊക്കെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ശുക്രനാണ് ഭരിക്കുന്നത്. പല രീതിയിലുള്ള പൈസ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൈസ നഷ്ടപ്പെടുക, പൈസ സമ്പാദിക്കാൻ പറ്റില്ല, ദാരിദ്ര്യം അനുഭവിക്കുക, നമ്മുടെ സമ്പത്ത് നശിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഓരോ ഡയറക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വിചാരിക്കും ഇതൊക്കെ ചുമ്മാന്ന്, കാരണം ഇത് പ്രകൃതി എനർജി, ഇവിടെ ജാതി മതങ്ങളും ഒക്കെ എന്നുള്ള മനുഷ്യരാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ മാക്സിമം പറ്റുന്നത് എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 10% പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനധർമ്മമാണ് എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കാനുള്ള. ഒരു പാവങ്ങൾക്കില്ലാത്ത ഒരു വയറൊട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക. അപ്പോൾ പലതും നമുക്ക് പോസിറ്റീവായിട്ട് വരും. അല്ലാതെ അടുത്ത ഇന്ന ആൾ ഒരുപാടുണ്ട് നമ്മളങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പ്രകൃതിക്ക് ഒരു എനർജി ഉണ്ട്, അതെപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ മേജർ ട്രാൻസിഷൻ പീരീഡ് പറഞ്ഞു, ശനിയുടെ പറഞ്ഞു, രാഹു കേതുക്കളെ പറഞ്ഞു, വ്യാഴത്തിൻ്റെ പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ട്രാൻസിഷൻ പീരീഡ് വളരെ കുറവാണ്. ചൊവ്വാഴ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് 48 ദിവസം വേണമെന്ന് പറയാം. അതുപോലെ ശുക്രൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27 ദിവസം, ഒരു മാസം. അല്ലാതെ ബാക്കി മെർക്കുറി ബുധൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 15-18 ആ ഒരു രീതിയിൽ ഏകദേശം കണക്കൂട്ടിയാൽ മതി. കാരണം ഇതിനകത്തൊക്കെ വക്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആവറേജ് പല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നോക്കുക ഒരു മാസത്തിൽ താഴെ എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അതുപോലെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ 2.25 ദിവസം മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളെ ഈ ഒരു വർഷം ഇവിടെ നടന്നിരിക്കും. പ്രത്യേകിച്ച് 2027 സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ പുതിയൊരു വൈറസ് വരാനുള്ളതും വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതായത് ലോക സാമ്പത്തിക തകർച്ച എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാനുണ്ട്. അത് ഈ ഒരു 2027 അടുത്ത വർഷത്തോടുകൂടി നടക്കും. അതുപോലെ പുതിയൊരു വൈറസ് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അടുത്തടുപ്പിച്ച് അത് കഴിയുന്ന ഒരു സമയത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി, സാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഫലമെന്ന് പറഞ്ഞാൽ പൊതുവെ മിക്സായിട്ടുള്ള റിസൾട്ടാകും. പല രാജ്യങ്ങൾക്കും അല്ല ലീഡർഷിപ്പിനും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. രക്തച്ചൊരിച്ചിലുകൾ അല്ല ഏറ്റുമുട്ടലുകൾ അങ്ങനെ ഇന്ത്യയിലും അല്ലാതെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പല സാധ്യതകളും. അപ്പോൾ ഈ ഒരു രാഹു കേതുക്കളുടെ മാറ്റം, ശനിയുടെ മാറ്റം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, അതേമാതിരി രക്തച്ചൊരിച്ചിലുകൾ, പ്രത്യേകിച്ച് ചൊവ്വാടൊക്കെ ചില ഇതിനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. അതുപോലെ പുതിയ വൈറസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഈ വർഷം ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ബൃഹനാടി നക്ഷത്രനാടി വേദിക് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെയിം അലൈൻമെൻറ്റ് ബ്രാൻഡ് അലൈൻമെൻറ്റ് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ കൺസൾട്ടേഷൻ ഓൺലൈൻ കൺസൾട്ടേഷനോ ഒക്കെ ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മൊബൈൽ ന്യൂമറോളജി ബന്ധപ്പെട്ടായിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അലൈൻമെൻറ്റ് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളുണ്ടെന്നതിൽ അറിയിക്കുക. അതുപോലെ ഇവിടെ ഇതിനകത്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് പുതിയ പല സബ്ജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ചിങ്ങൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്. അതുപോലെ ഇവിടുത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മകം, പൂരം, ഉത്രം. അതുപോലെ ഉത്രത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രം. മകത്തെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, ചന്ദ്രകർമ്മയാണ്. പൂരത്തെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ്, ചൊവ്വാകർമ്മയാണ്. അതുപോലെ ഉത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ ഉത്രത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ബുധകർമ്മയാണ്. അപ്പോൾ ഈ കർമ്മകാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് പല രീതിയിലുള്ള പാഴ്ചിലവുകൾ വരാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടെന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പരിധി വരെ കുറയാനുള്ളത് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വീട് വെക്കാൻ അല്ലെങ്കിൽ വീട് മൂടി വീഴിപ്പിക്കാൻ, വീട് വാങ്ങാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ വണ്ടി വായിക്കാൻ, വണ്ടി മൂടി വീഴിപ്പിക്കാൻ, വീട്ടിൽ നല്ല മംഗളകർമ്മങ്ങൾ നടക്കാൻ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാർ. അതുപോലെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള, അതുപോലെ എന്തെങ്കിലും കടബാധ്യതകളിൽ ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് അതൊരു പരിധിവരെ മാറാൻ, കടങ്ങളൊക്കെ മാറാൻ, ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നവർക്ക് അത് മാറാൻ, അല്ലെന്ന വരിയിൽ എന്തെങ്കിലുമൊക്കെ ലോണ് കിട്ടാൻ ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ളത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ KSP ചിട്ടിയാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പൈസ കിട്ടാൻ, അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ധനാഗമനം വരാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. ഒക്ടോബർ 31 ഇവിടെ വ്യാഴം പിന്നെയും മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് 12 നിൽക്കുന്ന വ്യാഴം 1-ലേക്കാണ് പോകുന്നത്. അപ്പോൾ പല രീതിയിലുള്ള നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു വരാൻ ഏകദേശം ഒരു 84 ദിവസത്തോളം അതിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡുണ്ട്, ജനുവരി 24 വരെ. അപ്പോൾ ഈ ഒരു സമയത്ത് പല രീതിയിൽ ഈ ഒരു രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള നല്ല ഗുണങ്ങൾ വരാൻ, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, പ്രണയം വളരെ നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രണയം തുറന്നു പറയാൻ, പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പുതിയ പ്രണയബന്ധങ്ങൾ വരാൻ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ഫോറസ്റ്റ്, ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം വരാൻ, അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വിവാഹാലോചനകൾ വരാൻ, വിവാഹം നടക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങൾ വരാൻ, പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാവുന്നത്. മാത്രമല്ല ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ട് ഉള്ള സമയമാണ്. പ്രത്യേകിച്ച് IIM, IIT അങ്ങനെയുള്ളിടത്തായാലും അഡ്മിഷനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാൻ, വിസ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നമുള്ളവർക്ക് അത് മാറാൻ, IELTS, NEET അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ നല്ല റിസൾട്ട് വരാൻ, ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഉപരിപഠനത്തിൽ വിദേശത്തൊക്കെ പോകാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ നല്ല പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ളതാണ്. അതേമാതിരി ശനി ഇവർക്ക് 8-ലായിരുന്നു. ശനി അപ്പം 8-ൽ നിന്ന് ഈ ഒരു 2027 ജൂൺ 3 ശനിയുടെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ളൊരു മാറ്റമാണ്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ച വരാനൊക്കെ ഉള്ളത്. അപ്പോൾ പല രീതിയിൽ നിന്നിരുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന രീതിയിൽ മാറാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാലും ഈ ഒരു സമയത്ത് ശനിയുടെ ആയിട്ടുള്ള ഫേവറബിളായിട്ടുള്ള വിദേശത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഫോറിൻ ട്രാവൽ ചെയ്യാൻ, തൊഴിൽപരമായിട്ട് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാൻ, അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ശനിയുടെ ആയിട്ടുള്ളതും വ്യാഴത്തിൻ്റെ ആയിട്ടുള്ളതും ഒക്കെ ഒരു പൊസിഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ ഈ ഒരു പല രീതിയിലുള്ള ശരീരമായിട്ടുള്ള മാറ്റം വരുമ്പോഴും 9-ലോട്ട് പോകുന്ന ശനി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ നല്ല രീതിയിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ, പല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഈ ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ടത് ശനിയും ഫേവറബിളാണ്. ഈ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും, അതുപോലെ ഈ ശനിയുടെയൊക്കെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജൂൺ 3 മാറുന്നത് 2027. അപ്പം നമുക്ക് പിന്നെ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, വീടൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ, അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ, സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്താൻ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ, അങ്ങനെ പല രീതിയിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷേ ദൂരിയിൽ ഇവിടെ നമ്മുടെ രാഹു കേതുക്കളുടെ ട്രാൻസിഷൻ വരുന്നുണ്ട്. ആ മാറ്റം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഈ ഡിസംബർ 5 രാഹു കേതുക്കൾ
മാറുന്നത്. ഇതിൻ്റെ ട്രാൻസിഷൻ ഏകദേശം 1.5 വർഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ 11 നിൽക്കുന്ന കേതു 12 വരുന്നു. അപ്പോൾ പല രീതിയിലുള്ള വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അൺനെസറി ആയിട്ടൊക്കെ എക്സ്പെൻസ് ആവശ്യമില്ലാത്ത ചില ചെലവുകൾ കൂടാനൊക്കെ ഉള്ള സാധ്യത, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ. അതുപോലെ രാഹുവാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 7 6 പോകുന്നു. അപ്പം തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകാനും അതുപോലെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാകാൻ, കടങ്ങൾ വരാനെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്ത് ഈ കേതു രാഹുക്കളെ കൂടെ പോസിറ്റീവ് ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രുദ്രാഭിഷേകം ചെയ്തു പോകുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മന്ദിരിയുള്ള നിങ്ങളുടെ നാട് വരുന്ന ഒരു സമയത്ത് രുദ്രാഭിഷേകം ഒന്ന് ചെയ്തു പോകുന്നതും വളരെ നല്ലതാണ്. അത് ശിവൻ്റെ അമ്പലത്തിലാണ് ചെയ്യുന്നത്. അതേമാതിരി രാഹുവിനെ കേതുവിനെ പോസിറ്റീവ് ആക്കാനുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. അതുപോലെ എള്ള് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേതുവിനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ ഗണപതിയെ പൂജിക്കുന്നത്, ഗണപതിയുടെ സ്തോത്രം ജപിക്കുന്നത്, ഗണപതിയുടെ മൂലമന്ത്രം അല്ലെന്നൊരു കേതുവിൻ്റെ മൂലമന്ത്രമുണ്ട്, ഗൂഗിളിലടിച്ചാൽ കിട്ടും. അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ രാഹുവിൻ്റെ മൂലമന്ത്രം 108 ജപിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഭൈരവന് കള്ള് ദാനം ചെയ്യുക, വീരി ദാനം ചെയ്യുക, ഓയിൽ ദാനം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും കേതുവിനെ പോസിറ്റീവ് ആക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള വളരെ നല്ല കർമ്മമാണ്. ഇത് മാത്രമല്ല പനിനീര് മുരുകന് ദാനം ചെയ്യുക, കൽക്കണ്ണം മുരുകന് ദാനം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ പറയുന്ന രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു വ്യാഴത്തെ ആയാലും പോസിറ്റീവ് ആക്കാൻ കടല ദാനം ചെയ്യാം, ശനിക്ക് വേണ്ടിയുള്ള ശനീശ്വര സ്തോത്രം ജപിക്കാം, അതുപോലെ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കാം, ട്രീറ്റഡ് ഓയിൽ ഫുഡ് കൊടുക്കാം. ഇതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. ഇത് കൂടാതെ നിങ്ങളുടെ നാളിൻ്റെ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിയുടെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു ചിങ്ങൻ രാശിയെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൂര്യനാണ് നക്ഷത്രാധിപതി. അപ്പോൾ സൂര്യന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സൺ മെഡിറ്റേഷന്, അതുപോലെ സൂര്യന് ജലം ദാനം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സൂര്യനെ പോസിറ്റീവ് ആക്കാൻ. അപ്പം നിങ്ങൾക്ക് പല രീതിയിലുള്ള ഉയർച്ചകൾ. അത് മാത്രമല്ല ഇവിടെ പ്രത്യേകിച്ച് മകത്തെ നോക്കിക്കഴിഞ്ഞാൽ മകത്തെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, ചന്ദ്രകർമ്മയാണ്. അപ്പം ഈ ചന്ദ്രനെയൊക്കെ പോസിറ്റീവ് ആക്കാൻ ഫുഡ് ദാനം ചെയ്യും, ജലം പാഴാക്കാതിരിക്കുക, എല്ലാം ദാനം ചെയ്യുക, എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടാക്കി അതിതൊക്കെ ഉള്ള ദാനധർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ കേതുവിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ കേതുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഈ പൂരം നാളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ശുക്രനും ചൊവ്വാണ്. അപ്പോൾ അണിഞ്ഞൊരുങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ അണിഞ്ഞൊരുങ്ങാനുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് അല്ലെന്നൊരു മേക്കപ്പ് സെറ്റ് അല്ലെന്നൊരു എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡ്രസ്സുകളെ അങ്ങനെയൊക്കെ ഉള്ള ദാനം ചെയ്യുക ഒക്കെ എന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ. അതേമാതിരി വൃത്തിയായിട്ട് നീറ്റായിട്ട് ഒരുപാട് ക്ലീനായിട്ട് നടക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ ചൊവ്വായ ആയാലും നമുക്ക് പോസിറ്റീവ് ആക്കാൻ പല രീതിയിൽ ബ്ലഡ് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ചുവന്ന പട്ട് ദാനം ചെയ്യുന്നത് ചൊവ്വായ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ സിന്ദൂരം ദാനം ചെയ്യുന്നത് ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ദാനധർമ്മങ്ങളോട് കൂടി നിങ്ങൾ ചെയ്തു പോകുമ്പോൾ പല രീതിയിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉയർച്ച ഉണ്ടാവും. അതുപോലെ ഈ ഉത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനും ബുധകർമ്മയാണ്. അപ്പം സൂര്യനെ പോസിറ്റീവ് ആക്കേണ്ട കാര്യം പറഞ്ഞു. പിന്നെ ബുധൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആകും. അങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞ ഓരോ നാളുകാർക്ക് അല്ലെന്നില്ല ബുധസ്തോത്രം ചെയ്യുക, ബുധൻ്റെ മൂലമന്ത്രം ജപിക്കുന്നത്, ജപിച്ചു പോകുന്നത് 108 രൂപ ജപിച്ചു പോകുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഒരു ഉത്തര നാളുകാർക്ക് എടുത്തു പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഓരോ നാളിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്.